ഗുഡ് മോർണിംഗ് ഓൾ. ഒരു വലിയ രണ്ട് ഇവൻറ്റ്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഒന്ന് യൂണിയൻ ബജറ്റും പിന്നെ നമ്മുടെ യുഎസിൻ്റെ നമ്മുടെ ഡീലും. ഇതിൽ ഏറ്റവും എക്സ്ചേഞ്ച് ഇപ്പോൾ പല നോംസും സ്ട്രിക്റ്റ് ആകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ PMSനെ 25 ലാഖിൽ നിന്ന് 50 ലക്ഷം ആകുന്നു, STT കൂട്ടുന്നു. ഇതെല്ലാം ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറയുമ്പോൾ പോലും ഈ ബജറ്റ് ഡേ ഞായറാഴ്ച ആയിട്ട് കൂടി അന്ന് മാർക്കറ്റ് വെച്ച് സ്പെക്കുലേഷനെയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളറിനെ അടിച്ചിട്ട് മനപ്പുറമായിട്ട് കളിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ വലിയൊരു വിരോധാഭാസം തോന്നാറുണ്ട്. അപ്പോൾ ഈ ഈവൻസ് ഇപ്പോൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു നിഫ്റ്റിയെ ജസ്റ്റ് ഒരു കുട്ടിയായിട്ട് കാണുകയാണെങ്കിൽ ഒരു വലിയൊരു ഹിമാലയൻ പർവ്വതത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനപ്പുറം കടന്നു കിട്ടിയാൽ വിശാലമായ ലോകമാണെന്ന് ആ കുട്ടിക്ക് അറിയാം. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസ് കടക്കാൻ പറ്റുന്നില്ല. വലിയൊരു ബാരിയറാണ് ഉള്ളത്. 2024 സെപ്റ്റംബറിൽ വന്ന ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഇപ്പോഴും കടന്നിട്ടില്ല. ഇടയ്ക്ക് പല ചാൻസുകളും നോക്കിയുമ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നത്തിലാണ് പോകുന്നത്. ആ ബജറ്റ് ഡേ വന്നപ്പോഴത്തേക്കും തന്നെ വീണ്ടും ഒരു വലിയൊരു കുഴിയിലോട്ടാണ് പോയത്. അവിടെ നിന്ന് ഒരു 1000 പോയിന്റ് ഗ്യാപ്പോട് കൂടി തിരിച്ച് കയറിയെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വീഴുന്നത് റെസിസ്റ്റൻസിലായിരുന്നു. കറക്റ്റായിട്ട് ഈ ക്യാൻഡിൽ കണ്ടാൽ അറിയാം, വന്ന് വീഴുന്നത് റെസിസ്റ്റൻസിലായിരുന്നു. അവിടുന്ന് പിന്നെയും എണീറ്റ് പോകാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല ആ കുട്ടിക്ക്. അപ്പോൾ അതിന് ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും വീണ്ടും എന്തെങ്കിലും വെള്ളം കുടിച്ച് എന്തെങ്കിലും കഴിച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടേ കുട്ടിക്ക് വീണ്ടും കയറാൻ പറ്റുള്ളൂ. ഈ റെസ്റ്റിനെയാണ് പറയുന്നത് റീട്രേസ്മെൻ്റ് എന്ന്. അപ്പോൾ നിഫ്റ്റി ശരിക്കും റീട്രേസ്മെൻറ്റിലാണ്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു വിശാലമായ ലോകമുണ്ട്. അപ്പോൾ അതിലോട്ടൊരു പോക്കിലാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള നെഗറ്റീവ് സൈഡെല്ലാം ഇനി കഴിഞ്ഞ് ഒരു പോസിറ്റീവ് ഫിഗർ ഉണ്ടാവണം. ഇപ്പോൾ 25,450 ഇന്നലെ എക്സാക്ട്ലി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു താരിഫിൻ്റെ ആ ഒരു 1000 പോയിന്റ് ഗ്യാപ്പ് എക്സാക്ട്ലി ഇന്നലെ ഫില്ല് ചെയ്തു. എപ്പോഴും മാർക്കറ്റ് ഫില്ല് ചെയ്തേ പോറുള്ളൂ ഗ്യാപ്പ്. പക്ഷേ എന്നാലും ഇന്നലത്തെ ഫോർമേഷൻ കണ്ടിട്ട് ചിലപ്പോൾ ഈ ഗ്യാപ്പിൽ സപ്പോർട്ട് കിട്ടിയാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത സപ്പോർട്ട് ഞാൻ പറയാം. ഇത് നമ്മൾ ഈ 1000 പോയിന്റ് റേഞ്ച്, അതായത് ബജറ്റ് ഡേ ലോ പിന്നെ ഈ താരിഫിൻ്റെ ഹൈ, ഈ രണ്ട് ഹൈയും വെച്ചിട്ടുള്ള ഹൈയും ലോയും വെച്ചിട്ടുള്ള റീട്രേസ്മെൻറ്റ് ലെവലാണ്. ഇത് 61.8 എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരുന്നത് 21,250 ഒരു അടി കൂടെ വന്നാൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഒരു റേഞ്ചാണ്. ഈ ആ ഒരു റേഞ്ച് വിട്ടുപോയ ഒരു ഗ്യാപ്പ് ഓപ്പൺ ആവരുത് എന്നുള്ളതാണ് പ്രാർത്ഥന. കാരണം ഗ്യാപ്പായ വീണ്ടും ഒരു ടെൻഷനായി വീണ്ടും ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു ഇറക്കം ഉണ്ടാകും. ഒരു ട്രേഡ് ചെയ്ത് നല്ലൊരു ക്ലീൻ ബോഡി ആയിട്ട് ആ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 28,000 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ റീട്രേസ്മെൻറ്റിലാണ്, കുറച്ചുകൂടെ ഇറങ്ങിയിട്ടേ കയറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.